ഇനി നിർബന്ധമായി തിരിയേതിന്റെ ഈ കിബില തന്നെ നമുക്ക് ഉപേക്ഷിക്കാം. എപ്പോ? സൗകര്യം ഇല്ലാത്തപ്പോ. സൗകര്യം ഇല്ലെങ്കിൽ കിബില പ്രശ്നമുണ്ടോ? ഇല്ല. ഏതാണ്? ഭയമുണ്ടായി. യുദ്ധരംഗത്ത് നിന്ന് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? സ്വല്ലൂ റിജാലൻ ഖിയാമൻ അലാ അഖ്ദാമിൻ. ശത്രു ഇങ്ങനെ ഊരിപ്പിടിച്ച വാൾ വെച്ച് വരിക, എന്നാ ഖളാ വീട്ടുന്ന ഏർപ്പാടൊന്നുമില്ല, നിസ്കരിച്ചോളണം. എങ്ങനെ? നടന്നിട്ടോ, ഓടിയിട്ടോ, വാഹനപ്പുറത്തോ, മുസ്തഖ്ബിലിൽ കിബില, കിബിലക്ക് മുന്നിട്ടോ, ഔ ഗൈറ മുസ്തഖ്ബിലിയ, കിബിലക്ക് മുന്നിടാതെയോ, റൂട്ട് ഇപ്പൊ അങ്ങനെ കിബിലന്റെ നേരെ ഇങ്ങനെ ആട്ടിത്തെളിക്കൊന്നുമില്ലല്ലോ അപ്പൊ മുശ്രിക്ക് വാളും കൊണ്ടുവരുമ്പോ. ഇല്ല. അപ്പൊ എവിടുക്കാ റൂട്ട്, എവിടുക്കാ ഓടി രക്ഷപ്പെടുന്നെങ്കിൽ ആ ഓടുമ്പോഴും നിസ്കാരങ്ങാനും ഓട്ടം തീരുമ്പോഴേക്ക് തീരുന്ന് ഖളാ ആകും, അല്ലെങ്കിൽ സമയം തീരുന്നു ഭയപ്പെട്ടാൽ നിസ്കരിച്ചോളണം. അപ്പൊ കിബില പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നാഫിൽ ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിച്ചതായി ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളിലും ഇതേപോലെ തന്നെയാണ്. വാഹനങ്ങളിൽ യാത്രയാണ്, കാറിൽ യാത്ര ചെയ്യണം. ഇറങ്ങി നിസ്കരിക്കാനുള്ള സമയം സന്ദർഭമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നിസ്കരിക്കണം. അതല്ല ഇറങ്ങി നിസ്കരിച്ചാൽ പിന്നെ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും അർജന്റ് കാര്യത്തിന് പോവാണ്, അങ്ങനെയൊക്കെ ആവുമ്പോഴാണെങ്കിൽ വാഹനത്തിൽ വെച്ച് നിസ്കരിക്കാം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വാഹനങ്ങൾ, കപ്പലാണ്, അല്ലെങ്കിൽ തീവണ്ടിയാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിസ്കരിക്കുക. എങ്ങനെയാണ് അവിടെ കിബില? പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങണ അവസരത്തിൽ കിബിലക്ക് തിരിയാം. അപ്പൊ കപ്പലിലൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെയാണ്. കപ്പലിൽ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും സാധിക്കും ഏതാണ് കിബിലയുടെ ഡയറക്ഷൻ ഏതാണ്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. പിന്നെ കപ്പൽ ഏത് ഭാഗത്തേക്കാ തിരിയണമെങ്കിൽ പ്രശ്നമല്ല. കഴിയുന്നുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ അവസരത്തിലെങ്കിലും കിബിലക്ക് മുന്നിടാം. അതിനും കഴിയില്ലെങ്കിലോ കഴിയണമായി നിസ്കരിക്കാം. ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ ഇവരോട് പറയാൻ പറ്റില്ല, പൈലറ്റിനോട് വന്നാൽ കിബിലന്റെ ഭാഗത്ത് കൊണ്ട് തിരിക്കണം, ഞങ്ങളൊന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടട്ടെ എന്ന് പറയാൻ അവിടെ നിർവാഹമല്ലല്ലോ. അപ്പൊ എന്താ പരിപാടി? ആ സീറ്റിൽ തന്നെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ സുജൂദ് എങ്ങനെ, റുക്കൂ എങ്ങനെയെന്നൊന്നും ചിന്തിക്കട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അൽ സുജൂദക അഫ്ളു മിൻ റുകൂഇക. റുക്കൂയിനേക്കാൾ ഒരു ഇത്തിരിയും കൂടി താഴ്ന്ന സുജൂദായി. റുക്കൂയിൽ പോകുമ്പോൾ ഒന്ന് ഇത്തിരി കുഴിയും, സുജൂദിലേക്ക് അതിനേക്കാണ് കുറച്ചും കൂടി. അല്ലാതെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ നിലത്ത് ഇങ്ങനെ മുട്ടിയാൽ ചിലപ്പോൾ ഇതിങ്ങനെ മേപ്പെട്ട് കയറുമ്പോൾ നിങ്ങൾ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാ. സൗകര്യം ഉള്ളതിനനുസരിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കുക, ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ടുള്ള ആ സീറ്റിൽ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ. ഇതൊക്കെയും പണ്ഡിതന്മാർ പറയുന്നത് മഹല്ലു കുല്ലു ദാലിക. ഇങ്ങനെ ഈ വാഹനങ്ങളിൽ ഈ പ്രയാസപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരങ്ങളൊക്കെയും എപ്പോഴാണ്? ഇദാ ഖാഫ ഖുറൂജൽ വഖ്തി ഖബ്ല അൻ തസില സഫീനതു വൽ ഖാതിറതു ഇലൽ മകാൻ അല്ലദീ യുസല്ലാ ഫീഹി സ്വലാത്തൻ കാമില വലാ തജിബു അലൈഹി ഇആദതു മസലു സഫീനാൽ ഖത്റുൽ ബുഖാരിയ അൽ ബർരിയ വസായിറാത്തുൽ ജവ്വിയ. എന്താണ് ഇവിടെ പറയുന്നത്? ഇതൊക്കെ ഈ വാഹനത്തിൽ ഇങ്ങനെ കിബിലൊന്നും ഇല്ലാതൊക്കെ നിസ്കരിക്കാന്ന് പറയുന്നത് എപ്പോഴാണ്? വാഹന ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ സമയം തീരുമെങ്കിലാണ്. അതല്ലെങ്കിലോ ഇറങ്ങിയാലും നിസ്കരിക്കാൻ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിനത്ര വാശി പിടിച്ചിട്ട് ഞാൻ ഇരുന്ന് നിസ്കരിക്കൊന്നും വേണ്ട. ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതല്ല അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് കയറി ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജയിൽ നിന്നോ ഫ്ലൈറ്റ് കയറി കാലിക്കറ്റ് ഇറങ്ങുമ്പോഴേക്ക് നേരെ 8 മണിയായി, 10 മണി അല്ലെങ്കിൽ 7 മണിയായിട്ടുണ്ട്. സുബൈ പോയല്ലോ, ഉറപ്പാണല്ലോ. എന്നാൽ ഇത് വേറെ നിസ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ ദുഹ്ർ അസറിലേക്ക് അങ്ങോട്ടാക്കാം, മഗ്രിബ് ഇശായിലേക്ക് അങ്ങോട്ടാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗകര്യമുണ്ട് അഡ്ജസ്റ്റ്മെന്റിന്. സുബൈ അത് സൗകര്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നിസ്കരിച്ചോളണം. നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ബഹുഭൂരിപക്ഷ ആൾക്കാരും ചെയ്യാറില്ല. ഇത് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് തന്നെ അവിടെ എത്തുമ്പോൾ ഒരു വസ്വാസാണ്. എങ്ങനെ ഇപ്പൊ മറ്റോ കാണുന്നുണ്ടാവും. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇവനൊരു പറ്റ പരിഷ്കാരമൊന്നും ഇല്ലാത്ത പണ്ട് 6-ാം നൂറ്റാണ്ടില് ഈ വരാ താടിക്കാരൻ ഇവൻ എവിടെ നിന്ന് ഇറങ്ങി, എന്താ ഇപ്പൊ ഇയാൾ ഈ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇവനൊന്നും ഇങ്ങനെ കാണിക്കുന്നു. ആൾക്കാരെന്താ എന്നെ പറ്റി വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ചില മനുഷ്യന്മാരെന്ത് ചെയ്യും? അവിടെ മാന്യം ചമയും, നിൽക്കാറുണ്ട് ഒഴിവാക്കും, തർക്കാക്കും. മുമ്പ് ജമ്മുല്ല കസൂറുള്ള മുമ്പ് പിന്നെ ഒഴിവാക്കുക, സൗകര്യപൂർവ്വം ഒഴിവാക്കുക. അത് ചെയ്യാൻ പാടില്ല. ഫ്ലൈറ്റിന് നിർബന്ധമായി നിസ്കരിച്ചോളണം. ആ സീറ്റിൽ തന്നെ ഇരിക്കുക, നീയത്ത് കരുതുക. പറയണ്ടല്ലോ അവിടെ അങ്ങനെ ഒച്ചയും കൂട്ടണ്ട. എന്നെ നാപ്പ് നിസ്കരിക്കുന്നു കണ്ട അറബി ഇംഗ്ലീഷ് അവിടെ വേറെ കുറെ വർത്താനങ്ങൾ ട്രാൻസ്ലേഷൻ അവിടെ നടക്കുന്നുണ്ടാവും. എന്ത് കയ്യും കാലും വെച്ചേക്കണം, ബെൽറ്റിടണം എന്നൊക്കെ. അതിന്റെ ഇടയിൽ നമ്മളിത് വേറെ വർത്താനം എന്ന് പറഞ്ഞ് അവിടെ ശല്യം ഉണ്ടാക്കേണ്ട. നമ്മളിത് മനസ്സിൽ നീയത്ത് കരുതിയാൽ മതി. ഫ്ലൈറ്റിൽ അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നു എന്ന് കരുതുക. അല്ലാഹു അക്ബർ, സൗകര്യമാണല്ലോ. പജ്ജഹത്തില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, അല്ലാഹു അക്ബർ. റുക്കൂ എങ്ങനെ? ആ ഇരുന്ന ഇരിപ്പിൽ ഒന്നിങ്ങനെ കുനിയ, ചാരിയിരിക്കുകയല്ലോ, ഒന്നിങ്ങനെ കുനിയ. സുബ്ഹാന റബ്ബിയൽ അസീം, സമീഅല്ലാഹു ലിമൻ ഹമിദ, റബ്ബനാ ലക്കൽ ഹംദ്. സുജൂദോ ആ റുക്കൂയിലേക്കാണ് ഒരു ഇത്തിരിയും കൂടി കുനിയ, സുബ്ഹാന റബ്ബിയൽ അഅല പറഞ്ഞ് പിന്നെ ഇടയിൽ ഇരിക്കാം. സാധാരണ ഇരിക്കും തന്നെ, പിന്നെയും പോവുക, പിന്നെ ഇരിക്കുക. അപ്പൊ ഒരു റക്അത്ത് കഴിഞ്ഞില്ലേ, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, ഈ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യാം. സലാം വെച്ച സലാം,
ഇത്രയോടുകൂടെ നിങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞു. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് വിചാരിച്ചായി അത് ബുദ്ധിമുട്ട്, അത് വിഷമ വസുവാസ്, അതിപ്പോ ശരിയായി ആ റുക്കൂ എന്ത് റുക്കൂപ്പത്, എന്ത് സുജൂദാപ്പത് എന്നൊക്കെ വിചാരിച്ച് പടച്ചവും കൂലിരും. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിന്റെ പരമാവധി പടച്ചവനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, കഴിവിന്റെ പരിധിയിൽ അപ്പുറം പടച്ചവൻ ആരോടും ഒന്നും നിർബന്ധിക്കുന്നില്ല. എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാം. അതാണ് പ്രവാചക തിരുമേനിയിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇതും അൽ ഫിഖ്ഹു വൽ മദാഹിബിൽ അർബഅ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 205, 206 പേജുകൾ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഖിബിലക്ക് അഭിമുഖീകരിക്കുന്ന നിയമത്തെ സംബന്ധിച്ച് ഇളവുള്ള കാര്യങ്ങൾ ഇതാണ് എന്നാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ നമ്മൾ ഈ വസ്ത്രധാരണത്തിന്റെയും ഖിബിലക്ക് അഭിമുഖീകരിക്കുന്നതിന്റെയും ഈ വിഷയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യവും പലപ്പോഴായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരാറുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിൽ ഈ അറിവ് നമ്മൾ നേടിയെടുക്കുകയും അത് അറിവില്ലാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്നാലും ഖിബില ഒഴിവാക്കേണ്ടി വന്നാലും സുജൂദും റുക്കൂഴും ശരിക്ക് ചെയ്യേണ്ടി വരാത്ത സന്ദർഭങ്ങളിൽ പോലും നിസ്കാരം വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ നിർവാഹമില്ല. യുദ്ധരംഗത്ത് വരെ ഊരിപ്പിടിച്ച വാളുമായി ശത്രു വരുമ്പോഴും ഓടിക്കതച്ചുകൊണ്ട് നിസ്കരിച്ചോളണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരം സൗകര്യപൂർവ്വം അത് കളാ വിട്ടാലോ എന്ന് വിചാരിച്ച് ലാഘവ ബുദ്ധിയോടുകൂടെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഗൗരവത്തോടുകൂടെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും നിസ്കാരത്തിന്റെ ഗൗരവം ഏത് മേഖലയിലും വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് എന്ന് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം.